ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പ്രണയം കുറച്ചുകൂടെ തീവ്രമാക്കാനും അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിന്റെ ആഴം കൂട്ടുന്നതിന് വേണ്ടിയും ആ ഒരു പ്രണയം എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഒരാഴ്ച പ്രണയിക്കുകയാണെങ്കിലും അതിനൊരു 10 വർഷത്തെ തീവ്രത നൽകുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പ്രണയിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം: പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? പലരും പറയും സപ്പോർട്ടാണ്, കെയറിംഗ് ആണ്, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സൗഹൃദമാണ്. പരസ്പരമുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. പ്രണയിക്കുന്ന ലവേഴ്സിന് അതിൻ്റെ അകത്ത് ഒരു സൗഹൃദം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തെ എത്രത്തോളം സ്ട്രോങ് ആക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എന്നിരിക്കട്ടെ. അത് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വിഷമാവും, ദേഷ്യപ്പെടുവോ, വഴക്കായിരിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടും ഒരു തരത്തിലുള്ള പേടിയായിരിക്കും നമുക്ക്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് പരസ്പരം ഒരു സൗഹൃദം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ ഒരു മതിൽക്കെട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ട് അവരോട് നിങ്ങൾ ഇതെല്ലാം പറയും. കാരണം അവിടെ ഒരു തടസ്സം ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ ഇടയിൽ. എന്തും പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എത്രയും സപ്പോർട്ടിങ്ങും കെയറിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടില്ല അങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും, ഒരു ഫ്രീ മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. കാരണം അവിടെ നിങ്ങളുടെ ഇടയിൽ പരസ്പരം ഉള്ളത് ഒരു സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ പ്രണയത്തിനപ്പുറം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സൗഹൃദം കൂടെ ഉണ്ടായിരിക്കണം. ഇതൊരു പുരുഷന്റെ കേസിലാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ഇപ്പം എന്തിനാണ് അവളോട് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം അവളോട് പറയേണ്ട ആവശ്യം എന്താ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ പോരെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു ഈഗോ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. പക്ഷെ അതല്ലാതെ നിങ്ങൾ അവരും തമ്മിൽ പരസ്പരം ഒരു സൗഹൃദം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അവളോടും കൂടി ചോദിക്കാം, അവളുടെ അഭിപ്രായം നമുക്ക് അറിയാം, അല്ലെങ്കിൽ അവളോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അവൾക്ക് ഇതിനും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിലോ അവളോട് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു സൗഹൃദം ഉണ്ട്. ആ ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യത്തിനും അവിടെ ഒരു റീസൺ ഇല്ല. അവിടെ ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടലോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങളോട് അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീ മൈൻഡ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾ ഒന്നാണ്, അത്തരത്തിലുള്ള ഒരു ഫീല് തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. നിങ്ങളൊരു പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറയുമ്പോൾ നമ്മൾ ഒന്നല്ലേ, അതുകൊണ്ട് എന്തും പറയാം, എന്തും സംസാരിക്കാം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും സ്നേഹവും മാത്രമാണ് ഉള്ളതെന്നെങ്കിലോ അതും ഇതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാൻ, അവർ തല്ലോ അല്ലെങ്കിൽ അവർ വഴക്ക് പറയോ, അത് ആ ഒരു മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ അതല്ല, നിങ്ങൾ അവരെ ഒരു ഫ്രണ്ട്സ് പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുവരെ പറയുന്നതിനുള്ള ഒരു ഫ്രീ മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ ഇടയിൽ പരസ്പരമുള്ള ഒരു സൗഹൃദം ഉള്ളതുകൊണ്ടാണ്. ഇനി പ്രണയിക്കുന്ന ആളുകൾ പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനു മുൻപ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന തെറ്റിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിങ്ങൾ പറയണം, നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ നീ വീട്ടിൽ തന്നെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നോക്കി ഇരിക്കുക, ഞാൻ എന്തായാലും ആ ജോലിക്കൊക്കെ പോയി നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, നീ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരിക്കുക. ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും പറയുക. പക്ഷേ ഇതൊന്നുമല്ല ഒരു സ്ത്രീയും ആഗ്രഹിക്കുക. അവരും പഠിച്ച് ഒരു ജോബ് വാങ്ങി അവരുടെ ഫാമിലിയെ നോക്കുന്നതിന്, അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള ഒരു ആഗ്രഹം തന്നെയായിരിക്കും അവർക്കും ഉണ്ടായിരിക്കുക. അല്ലാതെ മറ്റൊരാളുടെ തണലിൽ കഴിയുന്നതിനുള്ള ഒരാഗ്രഹം ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് അവരോട് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. അവരുടെ ഫ്യൂച്ചറും കാര്യങ്ങളും നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു കുട്ടി ഒരു നേഴ്സിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കും പഠിച്ചിറങ്ങാൻ ജോലി കിട്ടുമല്ലോ, നല്ല സാലറി ഒക്കെ കിട്ടുമല്ലോ, എനിക്ക് അപ്പോഴേക്കും ഒരു പ്രൊമോഷനും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ സെറ്റിൽഡ് ആയിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ രീതിയിൽ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സാലറി കൊണ്ട് മാത്രം നമുക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല,
നമുക്ക് ഒരാളുടെ സാലറി വെച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് നീയും പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങണം, നീ ഇപ്പം എന്തായാലും ആ ഒരു കോഴ്സല്ലേ പഠിക്കുന്നത്, അപ്പം അത് കഴിഞ്ഞാൽ നിനക്കും ജോലി കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ഇതെല്ലാമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അവരുടെ ഫ്യൂച്ചറും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ സെറ്റിൽഡ് ആവുന്നതിനൊപ്പം അവരെയും നമ്മുടെ കൂടെ പിടിച്ച് അവരെയും ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ തന്നെ വിടാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് പരസ്പരം നല്ല രീതിയിൽ രണ്ടുപേർക്കും സാലറി ആയി സെറ്റിൽഡ് ആയിട്ട് നല്ലൊരു ജോബൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങൾക്കൊന്ന് കറങ്ങാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളോട് ക്യാഷ് ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് ചോദിക്കാനോ എല്ലാം തന്നെ നിങ്ങൾക്ക് പറ്റും. നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫായിരിക്കും. അവിടെ ഒരു തടസ്സം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു സ്നേഹം മാത്രമായിരിക്കും, അതിനപ്പുറം ഒരു സൗഹൃദം ഉണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ നിങ്ങളൊരു വീട്ടിലിരുന്ന ആ ഒരു കുട്ടിയെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുത്തി അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും നോക്കി ഒരു കുട്ടിയെല്ലാം നോക്കി നിങ്ങൾ ആ ഒരു ഗേളിനെ നിങ്ങൾ ആ ഒരു വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുക. പക്ഷെ അതിനൊന്നും അല്ലാതെ നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവർക്കൊരു ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അവർക്കും ഉണ്ടായിരിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒപ്പം നമ്മൾ അവരെയും കൂട്ടാം. നമ്മളിപ്പോൾ ഒരു ജോബ് കിട്ടി നമ്മൾ എല്ലാം തികഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ട്ണർ ഇതൊന്നുമില്ലാതെ വീട്ടിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ജീവിതമല്ല, അതൊന്നും ഒരു ജീവിതം പൂർണ്ണമാവുന്നില്ല. അവർക്കൊരു ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ഒരു ദിശയിൽ പോയാൽ തന്നെ ആ ഒരു ലൈഫ് നല്ല രീതിയിലായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ പരസ്പരമുള്ള ഒരു സൗഹൃദവും ഫ്രണ്ട്ഷിപ്പും എല്ലാം തന്നെ നിങ്ങൾ നിലനിർത്തണം. അവർക്കൊരു ഫ്രീഡവും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കണം. ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ചും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാഴ്ച പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് 10 വർഷത്തെ തീവ്രതയായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അവർ മനസ്സിൽ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു പുരുഷന്മാരെ ആയിരിക്കും. അവരുടെ എല്ലാ ആഗ്രഹത്തിനും ചിറക് വെച്ച് മുന്നോട്ട് വിടാനുള്ള അത്തരത്തിലുള്ള ഒരു പുരുഷനെ ആയിരിക്കും എല്ലാവരും സ്വപ്നം കാണുന്നുണ്ടായിരിക്കുക. ആ ഒരു പുരുഷനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയും അത്രയും നിങ്ങളെ ആഴത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അവരോട് പറയാൻ ശ്രമിക്കുക. നിങ്ങൾ പറയുക മാത്രമല്ല, അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനും ശ്രമിക്കുക. അവൾക്ക് ഒരുപാട് ഫ്രീഡം നൽകി പരസ്പരം മനസ്സിലാക്കി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നല്ല രീതിയിൽ വഴക്കുകളൊന്നുമില്ലാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.